മിഥുനം, കർക്കിടകം എന്നീ രാശിക്കാർക്ക് ഡിസംബർ മാസം വിപരീത രാജയോഗം എന്ന ഒരു യോഗത്തിൻ്റെ ഒരു കാലഘട്ടമായി മാറുന്നു. അത് ഒട്ടുമുക്കാലും പേർക്ക് ഒരു നല്ല ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക എന്നതാണ്. എന്നുള്ളത് തന്നെയും എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഫലം ലഭിക്കണമെന്നും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഫലം ലഭിക്കണം എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം ഒരുപാട് കഷ്ടതകളിലൂടെ സഞ്ചരിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ മാത്രമായിരിക്കും ഇനി ജീവിതത്തിലേക്ക് ഒരു മുന്നേറ്റ പാത കണ്ടെത്തുവാനായിട്ട് കഴിയുക. അത് നടക്കട്ടെ എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനോട്. ഇനിയെങ്കിലും ഒരു നല്ല വഴി ഞങ്ങൾക്ക് തരണമേ എന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ഏത് ഒരു ജാതിയായാലും മതമായാലും ആ രീതിക്ക് തന്നെ പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും കാലത്തെ ആ ഒരു എഫർട്ട് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ പറയുക. ശനി ഭഗവാൻ വക്രഗതി മാറി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഒരു നല്ല കാലം എന്തായാലും നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ചൊവ്വയും ശുക്രനും സപ്തമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലത്തെ വിപരീത രാജയോഗ കാലം എന്ന് പറയുന്നു. എന്നാൽ അത് ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം അത് ദോഷകരവുമായ ഒരു സാഹചര്യം കൂടിയായി മാറുകയാണ്. അവരവരുടെ ജാതകവശാൽ ചിലർക്ക് മാത്രമായിരിക്കും ഈ ഒരു കാലഘട്ടത്തെ യോഗമെന്ന് പറയുവാൻ കഴിയുക. മകരത്തിലുള്ള ശുക്രനും കർക്കിടകത്തിൽ ഉള്ള നീച ചൊവ്വയും നല്ലതല്ല. ത്രികോണ രാശിയിലെ സൂര്യൻ, രാഹു എന്നീ ഗ്രഹങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെയേറെ ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരുപാട് കാലമായി സർവേ കല്ലുപോലെ ഒരു അനക്കവും ഇല്ലാതെ ഇരുന്ന പല കാര്യങ്ങളിലും നിശ്ചയമായിട്ടും ഒരു നല്ല ഇത് നടക്കുമെന്ന് തന്നെയാണ് ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുക. എന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടായിരുന്നോ അതെല്ലാം തന്നെ തീർന്നു കിട്ടുന്ന ഒരു കാലം തന്നെയായിരിക്കും ഈ ഒരു ഡിസംബർ മാസം എന്നുള്ളത്. തൊഴിൽ തടസ്സമായി വരുന്നത്, അതുപോലെ തന്നെ ധന തടസ്സം, വിവാഹ തടസ്സം തുടങ്ങി എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നോ അതിലെല്ലാം തന്നെ ഒരു തീർപ്പ് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുക. എന്നുവച്ചാൽ മനോദുഃഖങ്ങൾക്കെല്ലാം ഒരു വിടുതി കിട്ടുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ. അതായത് ഇത്രയും കാലം കരഞ്ഞ് കണ്ണുനീരൊക്കെ വന്ന് ആകപ്പാടെ വല്ലാത്തൊരു വിഷമസ്ഥിതിയിലിരുന്ന ഒരു കാലഘട്ടം അത് നിങ്ങൾക്ക് മാറുന്നു എന്ന് തന്നെയാണ്. കാലചക്ര രാശിയിലെ ഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ പോകുന്നു എന്ന് തന്നെയാണ്. ജീവിതത്തിലെ വിലയേറിയ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെ നടത്തിയ പരിശ്രമങ്ങളൊക്കെ തുടർന്ന് മുന്നേറ്റത്തിലേക്കൂടെ സഞ്ചരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണമായ ഫലം ലഭിക്കുവാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിലെ ഒരു വാക്കാണെങ്കിൽ നിലവിലെ തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുവാൻ പോകുന്നു എന്നത് 100% സത്യമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ജോലി തടസ്സപ്പെട്ടിരുന്ന, അതായത് പുതിയ ജോലികൾ കിട്ടാതിരുന്ന പലർക്കും തന്നെ പുതിയ ജോലികൾക്കുള്ള സാധ്യതകളൊക്കെയും 100% തന്നെയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അതിൻ്റേതായ ഒരു നല്ല ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു രാശിഘട്ടങ്ങളും ആ ഒരു സമയങ്ങളും പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ മിഥുനം രാശിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു രാശി കറങ്ങി വന്നത് എന്ന് വേണം കരുതുവാനായിട്ട്. ജാതകവശാലൊക്കെ മറഞ്ഞിരുന്ന ഈശ്വരന്മാരൊക്കെ തന്നെയും നിങ്ങളുടെ കണ്ണുനീർ കണ്ട് വല്ലാത്ത ഒരു അവസ്ഥയിലായി കാണണം. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് എന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും പലരും ജോലി നഷ്ടപ്പെട്ട് വല്ലാത്ത ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അവർക്ക് ഒരു സഹായത്തിന് പോലും ഒരു വ്യക്തികൾ ഇല്ലാത്ത ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടായ ഇന്ത്യയിലും ഉള്ള എല്ലാവർക്കും തന്നെ, ഭാരതത്തിലുള്ളതെന്നല്ല കേരളത്തിലുള്ളതല്ല എവിടെയുള്ളവരായാലും ഈ മിഥുനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ദുഃഖങ്ങളെല്ലാം തുല്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഈ ഒരു രാശി കറങ്ങി
നിൽക്കുന്നത് അത് സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉറപ്പിച്ച് ഉള്ള ഒരു വരവ് തന്നെയാണ്. കാരണം ശനി ഭഗവാന് ഏതാണ്ട് ഇപ്പോൾ ഒരു 6-7 വർഷക്കാലത്തോളം മുന്നോട്ടും പിന്നോട്ടും ഒക്കെ സഞ്ചരിച്ച് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ രാശിക്കാർക്കെല്ലാം. തീർച്ചയായിട്ടും വളരെയേറെ ഗുണകരമായ മാറ്റത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം മുന്നിലേക്ക് സഞ്ചരിക്കുന്നത്. മെല്ലെ പോക്ക് ആണ് എങ്കിൽ കൂടിയും അത് വളരെയേറെ വേഗതയേറിയ ഒരു പോക്കായി മാറുകയും നിങ്ങളുടെ വഴികൾ തന്നുകൊണ്ട് ഒരു യാത്രയായിരിക്കും ശനീശ്വരൻ്റെ ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്മകളിലൂടെ മാത്രം നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. മറ്റൊരാൾക്ക് ദ്രോഹം ചിന്തിക്കാതിരിക്കുക. നിങ്ങളെ ആരെങ്കിലും ഒരാൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമാപണ മനോഭാവത്തോടു കൂടിയല്ല, നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം വേണം, ജയിച്ചേ മതിയാകൂ എന്ന ചിന്ത വേണമെന്നാണ് ശനീശ്വരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മെല്ലെ പോക്ക് നടത്തുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു മാറ്റം കൂടി നിങ്ങൾ കണ്ടെത്തണം. ഇങ്ങനെയാണ് വേണ്ടത് എൻ്റെ മനസ്സ്, അപ്പോൾ അതിനാൽ മാത്രമായിരിക്കും എനിക്ക് മുന്നേറുവാൻ കഴിയുക എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുടെ ചിന്തകളൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. കാരണം അനുഭവങ്ങളാണ് നിങ്ങളുടെ പാഠങ്ങളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശനി ഭഗവാൻ എന്തായാലും നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളും കൂടി നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അതുപോലെ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ചിലർ പ്രമോഷനുകളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെയും തന്നെ അതിനുള്ള സാധ്യതകളല്ല, ആ വഴികൾ തീർച്ചയായിട്ടും ആ ചെയർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെടുകയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ നല്ലൊരു മാസം തന്നെയാണ്. അതുപോലെ സാമ്പത്തികപരമായ ചില കാര്യങ്ങളിൽ അത് നടക്കാതെ ഇരുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അതായത് കിട്ടാമെന്ന പണം കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടുകയും ചെയ്യുന്ന ഒരു മാസം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഡിസംബർ മാസം 2024 വിട്ട് 2025 കടക്കുമ്പോൾ ഈ പറയുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ട് കഴിയുക. ഇതൊക്കെ 100% സത്യമായ കാര്യങ്ങൾ തന്നെയാണ്. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ശത്രുക്കളൊക്കെ തന്നെ നിഷ്പ്രഭരായി പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾ തന്നെ കാണുവാനായിട്ട് പോവുകയാണ്. അത് എവിടെയെന്നില്ല, ഏതൊരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായാലും ശത്രുതാ സ്ഥാനത്തുണ്ടായിരുന്നവരൊക്കെ തന്നെ തനിയെ പിന്മാറുകയോ അല്ലെങ്കിൽ പിന്മാറ്റപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കും. നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നല്ല ഒരു മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എങ്ങനെ വെച്ചാൽ രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് രോഗമുണ്ട്, ഹോസ്പിറ്റലിൽ കാട്ടിയാൽ രോഗമില്ല എന്നുള്ള അവസ്ഥയിൽ പലരും തന്നെ ഉണ്ട്. അവർക്കൊക്കെയും അതൊക്കെ മാറി ഒരു സാധാരണ നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസം നമുക്ക് കണക്കാക്കാം. ഇതൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു രാശിഘട്ടങ്ങളൊക്കെയും പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്മ ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ ആഗ്രഹം. ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചു. തീർച്ചയായിട്ടും ഒരു നല്ല ഫലം നിങ്ങൾക്കുണ്ടാവും. 100% നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല മിഥുനം രാശിക്കാരെ. ഇനി അടുത്തതായി കർക്കിടകം രാശിക്കാരെ കുറിച്ചിട്ടാണ്. കർക്കിടകം രാശിക്കാർക്ക് എന്തായാലും നല്ല ധൈര്യം ഉണ്ടാകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നവംബർ മാസത്തിൽ നമ്മൾ എന്തൊക്കെ രീതിയിലിരുന്നോ ഇനിയും അടുത്ത വരുന്ന കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ മാസം 100% നല്ല മാറ്റത്തെ തരുവാനായിട്ട് പോവുകയാണ്. കരുതലോടുകൂടി ചിന്തിക്കേണ്ട സമയമാണ്. ചിലരൊക്കെ തന്നെ കടബാധ്യതകളിലൊക്കെ പെട്ട് വല്ലാത്ത വിഷമസന്ധിയിലൊക്കെ ഇരിക്കുന്ന സമയം, ചിലരൊക്കെ എന്നല്ല 90% ഈ മിഥുനം കർക്കിടകം രാശിക്കാരൊക്കെയും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇനി അടുത്ത മാസത്തെ കടം ഞാൻ എങ്ങനെ അടയ്ക്കും, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെ കണ്ടെത്തുമൊക്കെ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ട്. എന്നിരുന്നാൽ തന്നെ അതൊക്കെ വെറും ഒരു ചിന്തകൾ മാത്രമാണ്. നിങ്ങളുടെ വഴികളെല്ലാം തന്നെ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നു. 100% മിഥുനം രാശിക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും തുറക്കപ്പെടുകയാണ്. പലർക്കും തന്നെ ഉള്ള ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിലവിൽ നിൽക്കുക. എന്നാൽ ആ ഒരു ഭയമൊന്നും വേണ്ട, ജോലിയൊന്നും നഷ്ടപ്പെടില്ല. കിട്ടാതിരുന്ന ജോലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നല്ല ചെയറൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. അടുത്തടുത്ത പടിയായിട്ടുള്ള മുകളിലേക്കുള്ള പടികളായിട്ടുള്ള ചെയറൊക്കെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ധനം മുടങ്ങിക്കിടന്ന സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് ധനം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ആരും തന്നെ ഭയപ്പെടേണ്ട ഒരു സമയമല്ല. തീർച്ചയായിട്ടും ഡിസംബർ മാസം നിങ്ങൾക്ക് ഒരു നല്ല ഫലം ഈശ്വരൻ തന്നെ എഴുതി ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ രാശിവശാലൊക്കെ. ഇത് പറയാൻ കാരണം നല്ല ശക്തിയുള്ള 3 ഗ്രഹങ്ങൾ നിങ്ങളുടെ രാശിക്കുള്ളിലേക്ക് സഞ്ചാരം നടത്തുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു 3
ഗ്രഹങ്ങളുടെയും ആ ഒരു പവർ നിങ്ങളുടെ രാശിഘട്ടങ്ങളിലേക്ക് അതീയ ശക്തിപരമായ രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു 1-ാം തീയതി ഡിസംബർ മാസം 1-ാം തീയതിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു അപാരപ്പെട്ട ഒരു ധൈര്യം ഉണ്ടാവും. വരുന്നത് വഴിയിൽ വെച്ച് കാണാം, ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇറങ്ങി പുറപ്പെടുക തന്നെ, ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ എന്ന ഒരു ചിന്താഗതി നിങ്ങളിലേക്കുണ്ടാവും. ഇന്നലെ വരെയുള്ള ആ കണ്ണുനീരും വച്ചിരുന്ന ആ ഒരു വ്യക്തികളായിരിക്കില്ല ഇനി വരുന്ന ഡിസംബർ മാസം 1-ാം തീയതി വരെ. എന്തും വരുന്ന വഴിയിൽ വെച്ച് കാണാം, ഇനി എനിക്ക് തളരുവാനുള്ള മനസ്സില്ല, മനോഭാവമില്ല എന്നൊരു ചിന്താഗതി അവിടെ നിങ്ങൾക്ക് പ്രാപ്തമാക്കും. ഒരു ഹീറ്റ്, അതായത് ഒരു വല്ലാത്ത ഒരു ഫോഴ്സ് നിങ്ങളിലേക്ക് ഉണ്ടാക്കിത്തരും മനസ്സിന്. ആ ഒരു ഫോഴ്സ് നിങ്ങളെ വല്ലാതെ മുന്നിലേക്ക് നയിക്കുവാൻ പ്രാപ്തമാക്കുകയും ആ വഴികളൊക്കെ തന്നെ നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി നല്ല ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു മനോഭാവം നിങ്ങളിൽ എത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾ വിജയിക്കുവാനുള്ള ആ പാതയിലേക്ക് കടക്കും എന്ന് തന്നെയാണ്. നിങ്ങളൊക്കെ തന്നെ എതിർത്ത് ഇല്ലാതാക്കുവാനായിട്ട് നിന്ന ചില ശക്തികളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി അവിടെയൊക്കെ തന്നെ വളരെയേറെ ആർജവത്തോടുകൂടി, വളരെ ശക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ ആ ഒരു പ്രതികാരമായ ഒരു മനോഭാവത്തോടു കൂടിയുള്ള ആ ഒരു ഇടപെടൽ അവിടെ നിങ്ങൾക്ക് വിജയമായിരിക്കും പ്രാപ്തം ചെയ്യുക. എന്ന് വെച്ചാൽ ഇത്രയും നാളും പതുങ്ങിയിരുന്ന ഒരു വ്യക്തി അല്ല ഇനി കാണുവാനായിട്ട് പോകുന്നത്. കാരണം എന്തും നേരിടാൻ ഉറച്ച മനസ്സോടുകൂടിയുള്ള ആൾക്കാരെയായിട്ടാണ് ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഫോഴ്സ് അങ്ങോട്ടേക്ക് ചെലുത്തുമ്പോൾ നിങ്ങളുടെ വശത്തേക്ക് ഓരോ കാര്യങ്ങളും മാറി വരുന്നത് നിങ്ങളറിയും. നല്ലത്, അതായത് ഒരു പഴയകാല പാട്ടിൻ്റെ 2 വരികളുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുവാൻ 1000 പേർ വരും, എന്നാൽ കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്ന അവസ്ഥയായിരുന്നു ഇതുവരെ. എന്നാൽ ഇനി അങ്ങനെയല്ല. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന ആ ഒരു പാട്ടിൻ്റെ പല്ലവി ആയിരിക്കും നിങ്ങൾ ഇനി പാടി മുന്നോട്ട് പോകുവാനായിട്ട് പോകുന്നത്. കാരണം ഇനി വിജയങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്, തോൽവികളല്ല. 100% സത്യമായ കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഡിസംബർ മാസം മുതൽ നിങ്ങൾ അനുഭവിച്ച് അറിയാൻ പോകുന്ന സത്യമായ കാര്യങ്ങളാണ്. അതിനാൽ തന്നെ എല്ലാ വഴികളിലൂടെയും നിങ്ങൾ മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കുക. മിഥുനം രാശിക്കാരായാലും കർക്കിടകം രാശിക്കാരായാലും 100% വിജയം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പിന്നോട്ടടിച്ച് പുറകിലേക്ക് പോയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെ പിന്നിലേക്ക് തള്ളി മാറ്റിയോ, അവരുടെ മുന്നിൽ തന്നെ നിങ്ങൾ മുന്നിലൂടെ തന്നെ പാഞ്ഞ് അതീവ ശക്തിയോടെ ധൈര്യപൂർവ്വം മുന്നിലേക്ക് പോകുന്നത് അവർ കണ്ടു നിൽക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായ ഒരു കാര്യം. അപ്പോൾ ഈ രാശിഘട്ടങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ജാതകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ജ്യോതിഷികളെ കൊണ്ട് നിങ്ങളുടെ സ്വയ ജാതകത്തിനെയൊക്കെ ഒന്ന് പരിശോധിക്കുക നിലവിലെ സമയം. കാരണം ഇനി വരുന്ന ഈ ഒരു സമയങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ പിന്നീട് എല്ലാ കാലവും പിന്നീടും ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് അതിൻ്റേതായ രീതിക്കുള്ള ആ ഒരു മറുപടികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അതിൻ്റേതായ രീതിക്ക് നിങ്ങൾ